ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ വിനേഷ് ഫോഗട്ടിനെ സ്വീകരിച്ച് ആനയിക്കുന്നതാണ്. തുറന്ന വാഹനത്തിലാണ് വിനേഷ് ഫോഗട്ട് സഹതാരങ്ങൾക്കൊപ്പം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്, ജനങ്ങൾക്കൊക്കെ വിനേഷ് നന്ദി പറയുകയാണ്. നിറകണ്ണുകളോടെയാണ് അവർ വിമാനത്താവളത്തിന് പുറത്ത് നേരത്തെ എത്തിയത്. ഇപ്പോൾ തുറന്ന വാഹനത്തിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രഞ്ജു നേരത്തെ പറയുകയുണ്ടായല്ലോ ഈ ന്യൂട്രീഷൻ്റെയൊക്കെ കാര്യം. അത് സംബന്ധിച്ചുള്ള വിമർശനങ്ങളും ആ ഘട്ടത്തിൽ വരികയുണ്ടായി. ഇവർക്കൊപ്പം ക്യാമ്പിലുണ്ടായിരുന്ന ഡോക്ടർ എന്ന് പറയുന്നത് കോകിലാബെൻ ആശുപത്രിയിൽ ഒരു എല്ലുരോഗ വിദഗ്ധനാണ് എന്ന്, ഈ മേഖലയിൽ വൈദഗ്ധ്യമുള്ള ആളല്ല എന്ന്, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ കിട നൽകുന്നതായിരുന്നു ഈ തീരുമാനങ്ങളെല്ലാം. തീർച്ചയായും വേണു. കാരണം ഇത് നമ്മൾ ഒരു കാരണവശാലും സംഭവിക്കാൻ കഴിയില്ല. ഒരു രാജ്യവും അല്ലെങ്കിൽ ഏതൊരു കായിക താരവും ആഗ്രഹിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് അവിടെ സംഭവിച്ചത്. അത് തീർത്തും നമ്മുടെ നോട്ടപ്പിശ കൊണ്ട് സംഭവിച്ചതാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 52 കിലോഗ്രാം എന്നുള്ളത് പെട്ടെന്ന് കുറയ്ക്കാൻ കഴിയുന്നൊരു വെയിറ്റ് തന്നെയാണ്. കാരണം കായിക താരങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഒരു ദിവസം ഏകദേശം ഒരു 8 മണിക്കൂർ കൊണ്ടൊക്കെ അവരുടെ വെയിറ്റ് നിയന്ത്രിക്കാനും അതിനായിട്ടുള്ള ടെക്നിക്കുകളൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ഭാരപരിശോധന നടത്തുമ്പോൾ 100 ഗ്രാം അധികമായി വരിക, കേവലം 100 ഗ്രാം, ആ 100 ഗ്രാം ഒക്കെ കുറയ്ക്കാൻ ഈ അത്ലറ്റിക്സ് രംഗത്തുള്ളവർക്ക് അറിയാം. കാരണം അത്ലറ്റിക്സ് രംഗത്തുള്ളവർക്കൊക്കെ ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണയുള്ളതാണ്. കാരണം 100 ഗ്രാമൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ താരങ്ങൾക്ക് അതിനുള്ള എക്സസൈസ് ഉണ്ട്, അതിനായിട്ടുള്ള പരിശീലനങ്ങളുണ്ട്. അതിനായിട്ട് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ ആ 100 ഗ്രാമിൻ്റെ പേരിലാണ് നമുക്ക് ഉറച്ചൊരു സ്വർണ്ണ മെഡൽ നഷ്ടമായത്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിൽ കൃത്യമായ ഒരു ഉത്തരം വേണം. അത് വിനേഷിൽ നിന്ന് തന്നെ നമ്മൾ കേൾക്കണം എന്നുള്ളതാണ്. വിനേഷിന് മാത്രമേ അക്കാര്യത്തിൽ, വിനേഷിൻ്റെതാണ് അക്കാര്യത്തിലെ ഏറ്റവും നിർണായകമായ പ്രതികരണം. നമ്മൾ വാർത്താക്കുറിപ്പ്, എക്സിലെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ കണ്ടു. പക്ഷേ വിനേഷ് ഫോഗട്ട് എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. വിനേഷ് ഫോഗട്ടിൻ്റെ ആ പ്രതികരണത്തിനായി നമ്മൾ കാത്തിരിക്കുക തന്നെയാണ് വേണു. ശരി, വിനേഷ് ഫോഗട്ടിനെ സ്വീകരിക്കുകയാണ് ഇന്ത്യ. ഡൽഹി വിമാനത്താവളത്തിൽ അല്പം മുൻപാണ് വിനേഷ് ഫോഗട്ട് വന്നിറങ്ങിയത്. തുറന്ന വാഹനത്തിൽ ഇപ്പോൾ വിനേഷ് ഫോഗട്ട് സഞ്ചരിക്കുകയാണ്. അച്യുതനുണ്ട് വിവരങ്ങൾ നൽകാനായി. അച്യുതൻ, കേൾക്കാമെങ്കിൽ അച്യുതന് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതുവരെ ഒരു താരത്തിനും കിട്ടാത്തത്രയും വലിയ സ്വീകരണമാണ് സ്വന്തം നാട്ടുകാരും ആരാധകരും ചേർന്ന വിമാനത്താവളത്തിൽ ഒരുക്കിയത്. ക്യാമറമാൻ ജോഗേഷ് സിംഗിനോടൊപ്പം അച്യുതൻ, 24 ഡൽഹി. അച്യുതന്റെ റിപ്പോർട്ട് പൂർണ്ണമായി നമുക്ക് കാണാൻ കഴിയുമെന്ന് കരുതുന്നു. അച്യുതന് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകാനായി വീണ്ടും ചേരും. ആ സംഘത്തിനൊപ്പം എന്തായാലും അച്യുതനുണ്ട്. രഞ്ജു മത്തായി തുടരുന്നുണ്ട്. രഞ്ജു, ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് അവർക്കും ഉത്തരവാദിത്തമില്ലേ എന്ന ചോദ്യം ഉയരുമ്പോൾ തന്നെ മറുവശത്ത് 3 മത്സരങ്ങൾ തുടർച്ചയായി പങ്കെടുക്കുന്നു വിനേഷ് ഫോഗട്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഭാരപരിശോധനയിൽ, ഫൈനലിലേക്ക് പോകുന്നതിന് മുൻപുള്ള ഭാരപരിശോധനയിൽ ഇങ്ങനെ തൂക്കം കൂടുതൽ കാണുന്നത്. രാത്രി മുഴുവൻ ഉറക്കമിളച്ചവർ സൈക്ലിംഗ് നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ സ്കിപ്പിംഗ് ഉണ്ട്, ഓടുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എന്ന് മാത്രവുമല്ല, വെള്ളം പോലും കുടിക്കുന്നുണ്ടായിരുന്നില്ല ആ രാത്രിയിൽ എന്നാണ് അവിടെ നിന്ന് വന്ന റിപ്പോർട്ടുകൾ ആ ഘട്ടത്തിൽ. അപ്പോൾ പരമാവധി ശ്രമിച്ചു. എന്തിന് ഈ 100 ഗ്രാം എന്ന് പറയുന്ന പ്രതിസന്ധി മറികടക്കാൻ മുടി മുറിക്കുക വരെ ചെയ്തു വിനേഷ് ഫോഗട്ട്. അപ്പോൾ പരമാവധി ചെയ്തു. അതിനുശേഷം ഭാഗ്യം അവസാന ഘട്ടത്തിൽ കൈവിട്ടു. അങ്ങനെയാണോ കരുതേണ്ടത്? വേണു, പരമാവധി ചെയ്തു എന്നുള്ളതാണ് വിനേഷ് ഫോഗട്ട് ഈ ഭാരം കുറയ്ക്കാൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? കാരണം ഇത്രയും വലിയൊരു കോമ്പറ്റീഷൻ, പാരീസ് ഒളിമ്പിക്സ് പോലുള്ള ഒരു അത്ലറ്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ടൂർണമെൻ്റാണ് അത്. അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒളിമ്പിക്സിൽ മത്സരിക്കുക, ഒളിമ്പിക്സിൽ ഒരു മെഡൽ നേടുക എന്നുള്ളത് ഏതൊരു കായിക താരത്തിൻ്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ്. ആ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ ഈ കായിക താരങ്ങളെല്ലാം അതിൻ്റെ എല്ലാ ശ്രദ്ധയും, അവർക്ക് ഈ ഒരു മത്സരം നടക്കുമ്പോൾ അതിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അവസരമാണ് ഈ പരിശീലകരും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനും ഒക്കെ ഒരുക്കി കൊടുക്കേണ്ടത്. അങ്ങനെ എല്ലാ തരത്തിലുള്ള സൗകര്യവും നമ്മൾ ഒരു കായിക താരത്തിന് നൽകേണ്ടതാണ്. ആ കായിക താരം അത്രമേൽ, അദ്ദേഹത്തിന് ഈ മത്സരമല്ലാതെ വേറൊന്നും ചിന്തിക്കാനില്ല, ഈ മത്സരത്തെക്കുറിച്ചല്ലാതെ വേറൊന്നും ചിന്തിക്കാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കായിക താരം ഏറ്റവും ഫോക്കസ്ഡായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത്, ഏറ്റവും ഈ ഒരു സ്വർണ്ണ മെഡൽ മത്സരത്തിലേക്ക് ശ്രദ്ധ ചെലുത്തി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ എത്രയൊക്കെ ഈ ശ്രമങ്ങൾ, ഈ ഭാരം കുറയ്ക്കാൻ ശ്രമിച്ചു, അത് പരാജയപ്പെട്ടു എന്നുള്ളതൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും
ഇതൊരു ഫെയിലിയറാണ്. ഇത് ആ പരിശീലകരുടെ വീഴ്ചയാകാം, താരത്തിൻ്റെതാകാം, ഒരുപക്ഷെ ഇതിന് മേൽനോട്ടം വഹിച്ച ആളുകളുടേതാകാം. 100 ഗ്രാമിന് ഒരു മെഡൽ നഷ്ടമാവുക എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. 2 കിലോഗ്രാം, ഒരുപക്ഷെ 2 കിലോയാണ് ഫൈനലിന് മുമ്പ് വിനേഷിന് കൂടിയതെന്ന് പറയുന്നത്. ഈ 2 കിലോഗ്രാം കുറയ്ക്കാനുള്ള ടെക്നിക്കുകൾ, അതിനുള്ള വഴികൾ ഇവിടെ ഉണ്ട്. ആ വഴികളൊക്കെ നമ്മൾ ശ്രമിച്ചു, എന്നിട്ടും പരാജയപ്പെടുന്നു. അത് ദൗർഭാഗ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇക്കാര്യത്തിൽ ഒരു വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. ആ വീഴ്ച ഇനി ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാം, അത്ലറ്റുകളൊക്കെ ഇന്ത്യൻ ക്യാമ്പിലൊക്കെ പോകുമ്പോൾ ഇന്ത്യൻ ക്യാമ്പിൽ അവർക്ക് കൃത്യമായ അവരുടെ പരിശീലനം, അവരുടെ ഭക്ഷണം, അവരുടെ ഉറക്കം, അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ ഫോൺ ഉപയോഗം, അങ്ങനെ A to Z ഒരു മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ പരിശോധിക്കപ്പെടുന്നതാണ്. അത് അവർ നിരീക്ഷണത്തിലാണ്. അവരുടെ താരത്തിൻ്റെ പ്രകടനങ്ങളൊക്കെ പണ്ട് നമ്മൾ കണ്ണിൻ്റെ കാഴ്ചയിലൊക്കെ നിരീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ വഴിയാണ് താരങ്ങളുടെ പ്രകടനങ്ങളൊക്കെ വിലയിരുത്തുന്നത്. താരങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തിലാണ്. അങ്ങനെയുള്ള ഘട്ടത്തിൽ, അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു പരാജയം ഏറ്റുവാങ്ങുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് തീർത്തും നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയേണ്ടതുണ്ട്. വിനേഷ് ഫോഗട്ടിൽ നിന്ന് ആ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിനേഷ് ഫോഗട്ട് ഗുസ്തിയിൽ തുടരുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ഉറപ്പുണ്ട്. കാരണം ഇന്നലെ വന്ന ഒരു വിനേഷ് ഫോഗട്ടിൻ്റെ തുറന്ന കത്ത് എന്ന് പറയുന്നത് അതിൽ പ്രതീക്ഷ നൽകുന്നതാണ്. അവർ ഒപ്പമുള്ളവർക്ക് നന്ദി പറയുന്നുണ്ട്. തനിക്ക് ഇഷ്ടമുള്ളത്, താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇനിയും അതിൽ തുടരും എന്ന് തന്നെയാണ് വിനേഷ് ഫോഗട്ടിൻ്റെ സന്ദേശം. കാരണം 3 ഒളിമ്പിക്സുകൾ വിനേഷ് ഫോഗട്ട് മത്സരിച്ചിട്ടുണ്ട്. വിനേഷ് ഫോഗട്ടിൽ നിന്ന് നമ്മളൊരു സ്വർണം തന്നെയാണ് പാരീസിൽ പ്രതീക്ഷിച്ചത്. പക്ഷേ ഗുരുതര വീഴ്ച പാരീസിൽ സംഭവിച്ചത് ഗുരുതര വീഴ്ചയാണ്. ആ ഗുരുതര വീഴ്ച ആരുടേതാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടതുള്ളത്. ആ ഗുരുതര വീഴ്ചയ്ക്ക് ആരാണ് മറുപടി നൽകേണ്ടത് എന്നുള്ളതിൽ പല കോണുകളിൽ നിന്ന് പല രീതിയിലുള്ള പ്രതികരണമാണ് വന്നത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ കൈമലർത്തുന്നു, അവർ കോച്ച് പരിശീലകനെ പഴിചാരുന്നു, താരത്തെ സംശയനിരത്തിൽ നിർത്തുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഒളിമ്പിക് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. നമ്മൾ അപ്പീലിന് ശ്രമിച്ചു. പക്ഷേ നമുക്കറിയാം, അന്താരാഷ്ട്ര ഗുസ്തി നിയമം അനുസരിച്ച് ഒരു താരം എല്ലാ മത്സരത്തിന് മുമ്പ് ഭാരം തെളിയിക്കേണ്ടതാണ്. ആ ഭാരം തെളിയിക്കാൻ വന്നപ്പോൾ ആ നിശ്ചിത ഭാരത്തെക്കാളും 100 ഗ്രാം അധികം, അത് 100 ഗ്രാം ആയാലും 1 ഗ്രാം ആയാലും അധികമായാൽ പോലും അവർ അയോഗ്യയാണ് എന്നുള്ളതാണ് ആ ഗുസ്തി നിയമത്തിൽ പറയുന്നത്. അതിൽ ഒരു അപ്പീലും നൽകിയിട്ട് നമുക്ക് കാര്യമില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. കാരണം 50 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിക്കുകയാണെങ്കിൽ 50 കിലോഗ്രാം, അതിൽ 1 ഗ്രാം അല്ലെങ്കിൽ ഒരു 10 ഗ്രാം പോലും അധികമായി പാടില്ല എന്നുള്ളതാണ് അതിൽ നിയമത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷനെ സംബന്ധിച്ച് അവർ കൃത്യമായി നിയമം നോക്കിയാണ് കാര്യങ്ങൾ ചെയ്തത്. ആ താരത്തിന് 50.100 ഗ്രാം ഭാരമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താരം അയോഗ്യയാക്കപ്പെടുകയും അങ്ങനെ ഭാരപരിശോധനയിൽ പരാജയപ്പെടുകയാണെങ്കിൽ അവസാന സ്ഥാനമാണ് വിനേഷ് ഫോഗട്ടിന് അവസാന സ്ഥാനമാണ് ലഭിച്ചത്. പക്ഷേ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഈ ചർച്ചയും പരിശോധനയും വേണ്ടത്. വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ച് ഒരു വലിയ നഷ്ടം, രാജ്യത്തെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് സ്പോർട്സിൽ വലിയ പരിഗണന നമ്മൾ കൊടുക്കുന്നുണ്ട്, വലിയ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഈ തരത്തിൽ ഒരു വീഴ്ച സംഭവിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. വിനേഷ് ഫോഗട്ടിന് രാജ്യം വരവേൽപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹി വിമാനത്താവളത്തിൽ അല്പസമയം മുൻപാണ് വിനേഷ് ഫോഗട്ട് വന്നിറങ്ങിയത്. സാക്ഷി മാലിക്കും ബജ്രംഗ് പൂനിയും അടക്കമുള്ള സഹതാരങ്ങൾ വിനേഷ് ഫോഗട്ടിനൊപ്പമുണ്ട്. തുറന്ന വാഹനത്തിൽ വിനേഷ് ഫോഗട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. രഞ്ജു മത്തായി, ഈ പറയുന്ന പരിശീലനമൊക്കെ നടത്തിയത് വിദേശ കോച്ചിനെ കൊണ്ടാണ് എന്നൊക്കെ ഔദ്യോഗിക വിശദീകരണം വരുമ്പോഴും വിനേഷ് ഫോഗട്ട് നേരത്തെ ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ. ക്യാമ്പിൽ പോലും താൻ സുരക്ഷിതയല്ല, തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഭയക്കുന്നു, ഇതൊക്കെ അവർ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് വിദേശത്തായിരുന്നു പരിശീലനം, അവരാഗ്രഹിച്ച വിദേശ കോച്ചിനെ തന്നെ വെച്ചായിരുന്നു പരിശീലനം എന്നൊക്കെ സർക്കാർ ന്യായവാദങ്ങൾ നിരത്തുമ്പോഴും അട്ടിമറി സാധ്യത തള്ളിക്കളയാൻ കഴിയുമോ ഈ അവരുടെ മുൻ പ്രതികരണങ്ങളെ വെച്ചുകൊണ്ട്?
വേണു, നമുക്ക് ആ തരത്തിലുള്ള സംശയങ്ങളൊക്കെ മനസ്സിലുണ്ട്. കാരണം നമ്മൾ സ്പോർട്സ് നിരവധി സ്പോർട്സ് മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലൊരു വീഴ്ച എന്ന് പറയുന്നത് തീർത്തും ഇതൊരു ഗുരുതര വീഴ്ചയാണ്. ഇത് താരത്തിൻ്റെ ഭാഗത്തായാലും പരിശീലകൻ്റെ ഭാഗത്തായാലും ആരുടെ ഭാഗത്താണ് സംഭവിച്ചതെന്നറിയില്ല. അത് ഗുരുതര വീഴ്ചയാണ്. ആ ഗുരുതര വീഴ്ചയിൽ നമ്മൾ നടപടി സ്വീകരിക്കേണ്ടതാണ്. അത് ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം വിനേഷ് ഫോഗട്ടിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ത്യയെ പോലുള്ള വലിയൊരു രാജ്യം, ഇന്ത്യയെ പോലെ പാരീസ് ഒളിമ്പിക്സിൽ നമുക്ക് ഇത്തവണ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഒരു 10-ലധികം, കാരണം ഏറ്റവും വലിയ മെഡൽ വേട്ടയിൽ നമുക്ക് റെക്കോർഡ് കുറിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ നമുക്ക് 6 മെഡലുകൾ മാത്രമാണ് ലഭിച്ചത്. പൊതുവെ വിലയിരുത്തുകയാണെങ്കിൽ നിരാശാജനകമായൊരു പ്രകടനമാണ് പാരീസിൽ സംഭവിച്ചത്. നീരജ് ചോപ്ര നമ്മൾ സ്വർണം പ്രതീക്ഷിച്ചു, അത് വെള്ളി മാത്രമേ കിട്ടിയുള്ളൂ. ഹോക്കിയിൽ അതിഗംഭീര പ്രകടനം നടത്തിയിട്ടുണ്ട്.